അങ്ങനെ ജനുവരി ആയി. ഇനിയിപ്പോ ഈ മാസം ഏതൊക്കെ അവധിയുള്ള? ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ അല്ലടാ, റിപ്പബ്ലിക് ഡേ. അത് വേറെയാണോന്ന്? അവിടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് റിപ്പബ്ലിക് ഡേ. മനസ്സിലായോ? ഒരു കാര്യം കൂടി പഠിച്ചോ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം അതിന് മുന്നത്തെ കൊല്ലം നവംബർ 26 നീ മറക്കരുത്. ഈ നവംബർ 26 അംഗീകരിച്ച സാധനം നിലവിൽ വരും ജനുവരി 26. അതിന്റെ കാരണം മിസ്സിനോട് ചോദിച്ചോ. എടാ, സംഭവം എന്താന്ന് വെച്ചാൽ 1929 മുമ്പ് വരെ ഇന്ത്യ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ്, പുത്രിക രാജപദവിയാണ് ബ്രിട്ടീഷുകാരോട് ചോദിച്ചിരുന്നത്. എന്നാൽ 1929 നടന്ന ലാഹോർ സെഷനിൽ വെച്ചിട്ട് പൂർണ്ണ സ്വരാജ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിവസം, ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ വരെ തീരുമാനിച്ചിരുന്നു. ഈ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം ഓർത്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജനുവരി 26 വരെ വെയിറ്റ് ചെയ്തത്. ഈ 2 ഡേറ്റ് കൂടെ പഠിക്കേണ്ട വല്ല കാര്യമാണ്. ഇതല്ലേ അവിടെ ഒറ്റ ദിവസം വെക്കുമായിരുന്നെങ്കിൽ ഒരു ഡേറ്റ് പിടിച്ചാൽ പോലും കുറഞ്ഞു കിട്ടിയില്ലേ.